മൈനാഗപ്പള്ളിയുടെ സ്വന്തം കവി ശ്രീരംഗൻ സാറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഒരു കവിയായിട്ടിരിക്കാനായിരുന്നു ഇഷ്ടം? അതൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും ഒരു കവിയായിരിക്കാനാണ് ഞാൻ ചെറുപ്പത്തിലെ ആഗ്രഹിച്ചത്. എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒത്തിരി അറിവുകളുണ്ട്. ആ അറിവുകൾ, പഴഞ്ചൊല്ലുകൾ, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ ശ്ലോകങ്ങൾ ചൊല്ലും. അപ്പോൾ ഇതെല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞ് കാണാൻ പഠിച്ച് വെച്ചിരുന്നതല്ല, ഞാൻ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രചോദനം എന്ന് പറയുന്ന അമ്മയും, എനിക്ക് വിശ്വാസമുണ്ട്, ദൈവവിശ്വാസമുള്ള ആളാണ്. അതുകൊണ്ട് സരസ്വതി ദേവിയുടെ കടാക്ഷമാണ്. അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പോലും ഞാൻ ഞാനൊരക്ഷരം പോലും സംസ്കൃതത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ അറിവുള്ള ആളുകൾ, സംസ്കൃതത്തിൽ വളരെ പാണ്ഡിത്യം ഉള്ള ആളുകൾ, തിരുവനന്തപുരത്തൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള പല ആൾക്കാരും അത് വായിച്ച് കേട്ട് പിന്നെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വിശേഷിച്ച് നമ്മൾ ശാസ്താംകോട്ട കോളേജിൽ പിന്നെ എൻ്റെ മകളെ പഠിപ്പിച്ച ആളാണ് കൃഷ്ണൻ നായർ സാർ. ഞങ്ങൾ നമ്മൾ സുഹൃത്തുക്കളാണ്. അപ്പം ഞാനിത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ കക്ഷിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ആ കവിത ഞാനത് ചൊല്ലിക്കേൾപ്പിക്കുന്നതുകൊണ്ട് വിരോധം വേണമല്ലോ. സംസ്കൃതമാണ്, ചിലപ്പോൾ നമുക്ക് മനസ്സിലായേക്കും. ഇതം പൂർവസൂരീകൃതം പാരിജാതം മതം ഭൃംഗരാജം രഥം മാധുവേയം ഉദാസീനഹീനം നവോന്മേഷിതാഭം ഉദാത്തം കൃതാർത്ഥം പദാർത്ഥം പരാർത്ഥം. ഇനി ഞാൻ സ്വല്പം വൃത്തികേടില്ലാത്ത ഒരു രാഗത്തിലെന്ന് പറഞ്ഞു. ഇതം പൂർവസൂരീകൃതം പാരിജാതം മദം ഭൃംഗരാജം രഥം മാധുപേയ ഉദാസീനഹീനം നവോന്മേഷിതാപം ഉദാത്തം കൃതാർത്ഥം പദാർത്ഥം പരാർത്ഥം. നമ്മൾ എന്ത് ചെയ്യുന്നു അത് അന്യർക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ള ഒരു സാരമാണ്. വലിയ ആരാന്നറിയാം. ഇതാണ് ആത്മകഥ. ഇനി ഈ നാടൻ ശീലുകളിലെ ആളാണെന്നാണ് എന്നെ ഓണാട്ടുകാര കവി എന്നാണ് എന്നെ തിരുവനന്തപുരത്തെ സുഹൃത്തുക്കളൊക്കെ വിളിക്കുന്നത്. ആ ചെറിയ അതുപോലെ പറയും, ഉള്ളൂരിൻ്റെ കൂട്ട് ഈ പ്രവൃത്തിക്കൊപ്പം പ്രശസ്തി ലഭിക്കാതെ പോയ ഒരു കവിയാണെന്ന് ഏത് വേദി വെച്ച് കണ്ടാലും എന്നെ പറ്റി സംസാരിക്കാൻ അദ്ദേഹം വേലത്താനെ പറ്റിയുള്ള കവിതയാണ്. വെട്ടിക്കാട്ടുള്ളൊരു വേലത്താനാണ്, വെട്ടിക്കാട്ടെത്തുമ്പം മല്യമ്പ്രാനാണ്. വെട്ടിക്കാട് നമ്മുടെ വെട്ടിക്കാട്. വെട്ടിക്കാട്ടുള്ളൊരു വേലത്താനാണ്, വെട്ടിക്കാട്ടെത്തുമ്പം മല്യമ്പ്രാനാണ്. ഒട്ടിത്തെളിഞ്ഞൊരു വേലത്താനാണ്, ഒട്ടാതിരിക്കുമ്പം ഭാവത്താനാണ്. വെട്ടിക്കാട്ടുള്ളൊരു വേലത്താനാണ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പം തന്നെത്താനാണ്. ഇതൊരു നിർദോഷമായ ഫലമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നെത്താനല്ലാതെ വേറെ ഒന്നും ആവത്തില്ലല്ലോ. ചെമ്മി മൂലം തൊയാൻ പോയപ്പം കണ്ടേ കന്നിമേക്കോണിക്ക് നിൽക്കുന്നതാണ്ട്. കന്നിമേക്കാണെന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറ് ഇവിടാണ് ദേവസ്ഥാനം. ദേവീ സങ്കല്പമൊക്കെ ഈ കന്നിമേക്കോണിക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്നു. എറായമാണ്, കിഴക്കേ എറായത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഉത്തരക്കൂടിന് നേരെ താഴെ. അതാണ് അതിന്റെ ക്രമം. ഒക്കുന്ന പോലൊക്കെ ഒപ്പിക്കുകയെ ഉള്ളത് കൊണ്ട് പൊലിപ്പിക്കുകയെ. ഈ കവിത ഞാൻ മോഹൻസൂരൻ നായർ, വി മോഹൻസൂരൻ നായർ ഞാനും കൂടെ ചേരാവള്ളി ശശിയുടെ വീട്ടിലിരിക്കും. രാത്രി ഒരു 3 മണി വരെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഒരു കക്ഷിക്ക് ട്രെയിൻ വരും, അതിനകത്ത് നിന്ന് കയറി പോകാനോ. അപ്പൊ പറഞ്ഞു, ഈ ഒക്കുന്ന പോലൊക്കെ ഒപ്പിക്കൂ എന്ന് പറയുന്നത് നല്ലൊരു പ്രയോഗമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കവിയായിട്ട് അറിയപ്പെടുന്ന സമയത്ത് തന്നെ മറ്റ് കലാരംഗങ്ങളിലും ഇടപെട്ടിരുന്നില്ലേ?
പല തീർത്തും ഞാൻ കവിയായിട്ടാണ് ആദ്യം. കാരണം ഈ നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നെന്ന് നല്ല നടനാണെന്ന് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞോ? അച്ഛൻ പറഞ്ഞിരുന്നു നല്ല ഒരു നടനായിരുന്നു അച്ഛൻ. വയനാട്ടിലേക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കല്യാണമില്ല ഓണത്തിനാണ്. അതും കഴിഞ്ഞ് ഞാൻ വടക്കം മൈനാപ്പള്ളിക്കാരത്ത് വില കുറഞ്ഞ മനുഷ്യർ എന്ന് പറയുന്ന നാടകത്തിന് ഗാനം എഴുതി കൊടുത്തതാണ്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട് റോയൽറ്റി കിട്ടുന്നത്. ആ നാടകത്തിന് പാട്ടെഴുതി കൊടുത്തതിന് എനിക്ക് നമ്മുടെ കല്ലിടൽ അന്ത്യാപ്പീസില് ഈ ടിന്ന് നിറയ്ക്കുന്ന ഒരാളുടെ സദാനന്ദൻ, അയാളൊരു വലിയ കലാസ്നേഹിയൊക്കെയാണ്, വടക്കം മൈനാപ്പുള്ള ഹീറോ. അയാളാണ് എനിക്ക് ആ സംഘടനയ്ക്ക് വേണ്ടി 20 രൂപ, ഇന്നത്തെ 2000 അല്ല, ഇതൊക്കെ 50 കൊല്ലത്തിന് മുമ്പുള്ള കാര്യം, 55 കൊല്ലം കണ്ടായിട്ടുണ്ട്. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് വില കുറഞ്ഞ മനുഷ്യർ എന്ന നാടകത്തിൻ്റെ വില കുറഞ്ഞ മനുഷ്യരായി വിരുന്നു വന്നവർ നമ്മളെല്ലാം വേദനിക്കാൻ വേണ്ടി ഓരോ വേഷം കെട്ടിയിറങ്ങി നമ്മൾ, വേഷം കെട്ടിയിറങ്ങി നമ്മൾ. ഏത് പ്രായത്തിലാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്? ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിലാണ് കവിത എഴുതാൻ തുടങ്ങി. കവിത എഴുതുന്നത് ആദ്യമേ ഓണത്തെ ബാക്കി വരികളറിയാം, ഒരു വരി എനിക്കറിയാം. മംഗളം മഹാബലി മന്നവ നമസ്കാരം എന്ന വരി എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയെ ഉൾക്കൊണ്ട ഒരു ഇതുണ്ട്. അദ്ദേഹം ഈ കേകയിൽ ഒത്തിരിയും കവിത എഴുതിയിട്ടുണ്ട്. അപ്പം ഈ വായനയിൽ നിന്ന് എനിക്കും എന്താ എഴുതിക്കൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പിന്നെ എൻ്റെ അമ്മയായിരുന്ന കല്യാണി അമ്മ എന്ന് പറയും, അമ്മയായിരുന്നു ഇതിൻ്റെ എല്ലാം മൂലകാരണമെന്ന് പറയും, മൂലമെന്ന് പറയുന്ന കാരണമെന്നാണ്. ഇതിൻ്റെ കാരണക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ രീതിയിലുള്ള പ്രചോദനം അമ്മയിൽ നിന്നാണ്. ഈ കവിതകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു താളബോധമൊക്കെ ശരിക്കും ചെറുതിലെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, സംഗീതം പഠിക്കാതെ എനിക്ക് 45ഓളം രാഗങ്ങൾ. അത് ഈ വായനയിൽ കൂടും വായനയിലൊന്നും കിട്ടത്തില്ല. ഞാൻ ഇത് ഓരോ രാഗവും ഇന്ന അല്ലയോ കുളമ്പുള്ളി ഓരോ കവിത എഴുതി വായിച്ചിട്ട് ഇന്ന രാഗത്തിൽ തോടിയിലാണെന്ന് പറയും. ഈ മുമ്പേ തോടി ചൊല്ലി, അത് ഇപ്പൊ എനിക്ക് ശാരീരികമായ അവസ്ഥ കൊണ്ടാണ് എനിക്ക് നല്ലോണം പാടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. വേദികളില് ചൊല്ലിയാൽ കവിത ചൊല്ലിയ ഇന്ന രാഗത്തിലാന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ കവിത അല്ലാതെ കൊയ്ത്തുപാട്ടുകള് ഉണ്ട്. അതൊക്കെ രാഗായി മുണ്ടതിനെ പറ്റി ഒക്കെ ഉണ്ട്. ആ കൊയ്ത്തുപാട്ട് ഇപ്പൊ പാടാം. നാളശീലുള്ള ആളല്ലേ. ആര്യൻ പാടം വിളഞ്ഞേ, അരിമ്പാടം തഴ കൊയ്യാനായിരം പേരങ്ങു വേണേ, കാറ്റിന്റെ കിന്നാരം കേട്ടേ കതിരാടി കുണുങ്ങിണിതയ്യാ, തിത്തി മിണ്ടിന്തി മിണ്ടാരോ പദം 10 പറതി മിഴാരോ. ഞാൻ ഈ പാട്ട് കൊയ്ത്തുപാട്ട് വിൽപ്പാട്ടിനകത്ത് ഉൾപ്പെടുത്തി അവരെ കൊണ്ട് പാടിപ്പിക്കും. പുഞ്ചവരമ്പത്തെ പെണ്ണേ, നല്ല പഞ്ചവർണ്ണ കിളിപ്പെണ്ണേ, ചെഞ്ചൂരൻ മാനത്തുതിച്ചേ എടി ചെമ്മിക്ക് കൊയ്യണുവായോ, പുഞ്ചവരമ്പത്തെ പെണ്ണേ, നല്ല പഞ്ചവർണ്ണ കിളിപ്പെണ്ണേ, ചെഞ്ചൂരമ്മാനത്തുതിച്ചേ എടി ചെമ്മിക്കു കൊയ്യണുവായോ, മുടിയോതി കെട്ടി ഒതുക്കി കയ്യിൽ അരിവാളു തേച്ചു മിനുക്കി. മുടി കെട്ടുന്ന സ്ത്രീകൾക്കറിയാമല്ലോ, മുടി കെട്ടിയിട്ടൊന്ന് പതുക്കുമല്ലോ, അതിനാ ഒതുക്കി എന്ന് പറയും. എഴുത്ത് ഈ കവിത നമ്മൾ ആദ്യം എഴുതിയെന്ന് പറഞ്ഞല്ലോ, ആദ്യത്തെ കവിതയെ കുറിച്ച് പറഞ്ഞല്ലോ 14-ാം വയസ്സിലാണെന്ന്. പിന്നീട് ശരിക്കും ഒരു പുസ്തക രൂപത്തിലേക്കൊക്കെ, അതായത് പല പുസ്തക രൂപത്തില്
ആദ്യമേ എൻ്റെ പുസ്തകമായിട്ട് എഴുതുന്ന വർത്തമാനപ്പൊരുൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത് ദ്രാവിഡ പ്രിന്റേഴ്സ് എന്ന പേരിൽ നമ്മുടെ എസ് അജയൻ, ശ്രീരാമ സാറിൻ്റെ മകൻ എസ് അജയൻ, ഇവിടെ കരുനാപ്പുള്ള ഒരു പ്രസ് ഉണ്ടായത്. അവിടെ നിന്നാണ് ഇത് കിട്ടിയത്. അന്ന് വി മധുസൂദനൻ നായരാണ് പുസ്തകം സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത്. ആകപ്പാടെ 8 കോപ്പിയാണ്. പിന്നെ ഈ 8 കോപ്പി കിട്ടിയത് ഒന്ന് മധുസൂദനൻ നായർക്ക്, ഒന്ന് MRT സാറിന്, കാസർകോട്ടെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ടിരുന്നു MRT സാർ, അങ്ങനെ പലർക്കും കൊടുത്ത് എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും. എന്ന് പറഞ്ഞാൽ ഞാൻ, തിരുപ്പഴ ശ്രീകുമാർ, ഈ PK ഗോപി, ഞങ്ങൾ 3 പേരുമായിട്ട് അത് കവിത്രയം, ആധുനിക കവിത്രയം എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജില്ലയുള്ള തിരുവനന്തപുരത്ത് അപൂർവമായിട്ട് കൊല്ലം ജില്ലയെ അങ്ങ് കവർ ചെയ്തു. ദിവസം 2-3 ചിത്രകലാസ് ഉൾപ്പെടെ ദിവസം 3 പരിപാടിയുള്ള ദിവസം ഉണ്ടാകും. ചിത്രകലാസ് പലവണ വന്നിട്ടുണ്ട് ശ്രീകുമാർ. അന്നേരമെല്ലാം എന്നെ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നെ ഫോൺ ചെയ്യും. അങ്ങനെ ചിത്രകലാസിലോട്ട് വരണം, ഞാൻ എന്നെ വിളിച്ചിട്ട് പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഒത്തിരിയും പ്രശംസ ഓഡിയൻസിൽ നിന്ന്. അപ്പോൾ അവിടെ എനിക്ക് ഈ സീരിയസ് ആയിട്ടുള്ള കവിതകളുണ്ടല്ലോ, ഭാഷ, ഈ മണിപ്രവാളത്തിലുള്ള കവിതകൾ, എനിക്കെന്നാൽ ഈ വാക്കുകൾ എനിക്ക് പഞ്ഞമില്ല. വാക്കുകൾക്ക് പഞ്ഞമില്ലാത്ത കവി എന്നാണ് സൂര്യനാട് ദേവി പറയുന്നത്. അതുപോലെ കവിത, ശ്രീരംഗം കവിത ചൊല്ലുമ്പോൾ ഞണ്ട് പിടിച്ചിറുക്കുന്ന പോലെ ഒരു ഇറുക്കിറുക്കിയാൽ വിടത്തില്ല. ഇത് പറഞ്ഞത് കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ. കോഴിക്കോട് എന്നതിന് ശേഷമാണ് കൂടുതൽ. അതിനു മുമ്പ് നാടകത്തിലൊക്കെ ആയിരുന്നു. ഗോപിയോടെ പറഞ്ഞ ഒരു വാക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നല്ലൊരു കവി, നല്ല റൊമാൻറ്റിക് കവിത എഴുതുന്ന ഒരു കവി ഉണ്ടായിരുന്നു. നല്ലോണം ആലപിക്കുകയും ചെയ്യും. ആൾ സുമുഖനാണ്, മുടിയൊക്കെ ഇത്രയും വളർത്തിയ ആൾ. വള്ളിക്കീഴിൽ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേപ്പുറത്ത് സ്റ്റേജിൽ ഇങ്ങനെ കവിത ചൊല്ലിയിട്ട്, പിന്നെ പടിഞ്ഞാറേ അരിവിന് വള്ളിക്കീഴ് കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒരാളുണ്ട്, നല്ല കാറ്റ് കിട്ടുന്ന. അപ്പോൾ ആ ആലിൻ്റെ വീട്ടിലോട്ട് ഞാൻ മാറി നിന്നപ്പോഴും PK ഗോപിയും വിളിച്ചുകൊണ്ട് ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ വരും. ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ വന്ന് പറയും, ഈ കക്ഷിയെ അറിയോ? പറയും, കവിത എഴുതി കേട്ട അർത്ഥത്തിൽ കവിത എഴുതുന്ന ഒരു ചുരുക്കമാണ്. ശ്രീകുമാർ പോലും വൃത്തത്തിൽ നിന്നൊക്കെ മാറി എഴുതാന്നുള്ളത്. ഞാൻ അന്നേരം താളത്തിൻ്റെ കവി എന്നാണ് എന്നെ വിളിക്കുന്നത്. ഈ പിന്നെ കാട്ടാക്കട, മുരുകൻ കാട്ടാക്കട ഒരിക്കൽ എന്നെ അവിടെ പറഞ്ഞത്, അണ്ണൻ്റെ താളം കാലം താളമാണ്. പിന്നെ നാടകശീലുണ്ട്. സംസ്കൃതത്തിലൊക്കെ പിന്നെ മണിപ്രവാളം വരുമ്പോൾ സംസ്കൃത പദങ്ങളൂടെ ചേർക്കാം. സംസ്കൃതം ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഞാൻ യാതൊന്നും പഠിച്ചിട്ടില്ല, ഒരു കുന്തവും പഠിച്ചിട്ടില്ല. അത് ഇങ്ങനെ സംഗീതവും അത് തന്നെ. സപ്തസ്വരം പഠിച്ച് 2 മാസം നിന്നില്ല. കുളംപുള്ളി പോലുള്ളയാണ്. വീട്ടിൽ ഏതെങ്കിലും കാലത്തേ വരും. അദ്ദേഹം ഒരു കൊലക്കേസ് പ്രതിയായതിനു ശേഷമാണ് കുറേയും കൂടെ പബ്ലിസിറ്റി കിട്ടുന്നത്. അതിനു മുമ്പ് വലിയ ഹാർമോണിയം കൊണ്ട് കല്ലിടയിലൊക്കെ നാടക കൊട്ട കെട്ടി ഉണ്ടായിരുന്നു, അവിടുന്ന് കേൾക്കാം. പിന്നെ അതുപോലെ ദൂരെയൊക്കെ പിന്നെ നാടക കൊട്ട കെട്ടിയിട്ട് കൊട്ടയെന്നാതിന് പറയും, ഓലക്കൊട്ട. അവിടെയൊക്കെ തന്നെത്താനെ പാടി. അതുപോലെ വൈക്കം വാസുദേവൻ നായരും ഇദ്ദേഹവും കൂടെ ഒരുമിച്ച് പാടാൻ പോയി. അങ്ങനെ ഒത്തിരി കാലം നിന്നിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ പിന്നെ മത്സരം ഹാർമോണിസ്റ്റും കഥാനായകൻ പാട്ടുകാരനാണ്. പഴയ തമിഴ്നാടകത്തിൻ്റെ പകർപ്പാണ്. അപ്പോൾ അദ്ദേഹം പാടി തോപ്പിക്കും ഇദ്ദേഹം. അവിടെ നിന്നൊക്കെ കണ്ടമാനം ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ സരിഗമനിസ എന്നുള്ള സപ്തസ്വരം, ഇസ ആദ്യം അവസാനമുണ്ട്, ഒരെണ്ണം മതി. സരി ഗമ പധ നി സ, അത് നീ വരെ മതി. സാ നി ധ പ മ ഗ രി സ. ഇത് മേസ്തായ് വരിസ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മേളോട്ട് പാടും.
താഴോട്ട് പാടുന്നത് മന്ത്രവരിശയാണ്. സനിധ മഗരി സരിഗമ സരിഗമ വധനി സനിധ മഗരി മറ്റേ മേളോട്ടുള്ള സരിഗാരി സനി സരി സനി ധനി ധനി തപ ധനി തപ മപതാപ മഗമ പാമഗമ പധനി ധനി ഹവ മഗരി ഇതാണ് ഇവിടം വരെ ഞാൻ പഠിച്ചു. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങ് എൻഗേജ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഈ നാടകമുണ്ട്, കവിതയുണ്ട്, വെല്ലുപാട്ട്. അപ്പം ഈ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു കലയ്ക്ക് മൈനാഗപ്പള്ളിയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്ന അന്ന് മൈനാഗപ്പള്ളി കുട്ടൻചന്ദ്രയാണ്. ശിവരാമുള്ള സാറ്, ചരിപ്പുളയിലെ മോഹനംപിള്ള സാറ്, പിന്നെ ചരിപ്പുളയിലെ ജയദേവൻപിള്ള ചേട്ടനും അവരെല്ലാം കൂടെ ഈ വായനശാല ഉണ്ടാക്കുന്നത്. ചരിപ്പുളയിലെ കുട്ടൻപിള്ള ചേട്ടൻ ഇവരെല്ലാം ഈ വേറെ ഒരു സെന്ററില്ല, മൈനാഗപ്പള്ളിയാണ് ഇതിൻ്റെ ഹൃദയസ്ഥാനം. അന്ന് അവരെല്ലാം കൂടാണ് ഇതെല്ലാം. പിന്നെ കൈക്കൂലൊക്കെ പഴയ പിന്നെ പള്ളിക്കൂടം പൊളിച്ച് ചിത്രകലാസത്തിന് അതെല്ലാം കൂടെ പറക്കിക്കൊണ്ടുവന്നാണ് അന്ന് ഈ വായനശാല ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈശ്വരൻ റഷ്യൽ നാടകത്തിന് അതിലെ ഉമ്മായുടെ വേഷം കെട്ടിക്കാൻ എന്നെ നിയോഗിച്ചത്. ഞാനത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച് ഞാൻ ഒമ്പോണ്ടി പോയി മഹാദേവൻപിള്ള സാർ അവിടെ പഠിച്ച് അറിയത്തില്ലേ, മഹാദേവൻപിള്ള സാറിനെ സ്വാധീനിച്ചിട്ട് ഒമ്പോണ്ടിലെ മൂത്തുമ്മായുടെ കയ്യിൽ നിന്ന് ഉപ്പായം വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ കല്ലട പാപ്പച്ചൻ എന്ന് പറയുന്ന മേക്കപ്പ് മാൻ, ഇങ്ങനെ നല്ലൊരു ചിത്രം, അങ്ങനെ കർട്ടനൊക്കെ വരയ്ക്കുന്നത് മേക്കപ്പും ചെയ്യും. അദ്ദേഹത്തിനെ കൊണ്ട് കാച്ചുകുപ്പായം പോലെ മുമ്മൂന്ന് വര നടുക്ക് ചെറിയ വര അങ്ങനെ വരച്ച് ആ കുപ്പായം അഭിനയിച്ചുകൊണ്ടാണ് ഈശ്വരൻ റഷ്യൽ പിന്നെ അഭിനയിക്കുന്നത്. അതിൽ ആ താത്തായൊക്കെ അന്നത്തെ ജനം വളരെ ഇഷ്ടപ്പെട്ട് ഇയാൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് സ്വർഗത്തിലോട്ട് കയറാനാ. നമ്മുടെ പാപ്പൻ, മരിച്ചുപോയ പാപ്പൻ സൊസൈറ്റി നോക്കും. പാപ്പൻ അവിടുത്തെ റൗഡിയാണ് ഇതില്. പാപ്പനും സ്വർഗത്ത് വന്ന് നിൽക്കുക. പാപ്പൻ എൻ്റെ വലിയ കാര്യമാണ്. പാപ്പൻ ഞാനായിട്ട് നല്ല സൗകര്യം. മോള് കരയല്ലേ അമ്മച്ചി അപ്പച്ചൻ എടുത്തോളാമെന്ന് പറയും. സിനിമയിലല്ല, നാടകത്തിലല്ല, എല്ലാം പറയുന്ന ആളാണ്. അത് തമാശ പറയും. അപ്പം അങ്ങനെ പിന്നെ ഈ നാടകം നല്ല വിജയമൊക്കെ ആയിരുന്നു. മൈനാഗപ്പള്ളിയായിരുന്നു കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കല്ല് വെട്ടി ബിസിനസ്സിനാണ്. ഇത് വീട് വയ്ക്കുന്ന ആവശ്യത്തിനായിട്ട് കല്ല് കടവെന്ന് വരാൻ കാരണം മൈനാഗപ്പള്ളിയിലെ എല്ലാ ഭാഗങ്ങളിലുള്ള കല്ല് കാളവണ്ടിയിൽ വാലയാണ്. വെളുപ്പാൻ രാവിലെ ഈ പിന്നെ വണ്ടിയുടെ കിടകിടകിടാനുള്ള ശബ്ദം കേട്ടോണ്ടാണ് ഉണരുന്നത്. ഇവർ പോകുന്നതേ കാളയും വണ്ടിയായിട്ട്. ഇത് പോയി കല്ലുമലയിൽ പോയി കല്ലെടുത്ത് കൊണ്ടുവന്ന് കല്ലുകടയിൽ ഇവിടെ ഇറക്കും. ഇവിടുന്ന് ഇതിൻ്റെ ഏജന്റുമാരുണ്ട്. അതിന് വേറെ ഒരു പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. ആ ഏജന്റുമാർ ഇത് ആലപ്പുഴയ്ക്ക്, തോട്ടപ്പള്ളി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ അവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിട്ട് കല്ല് ആയിരിക്കും ഉതകുന്നത്. പിന്നാണ് മൈനാഗപ്പള്ളി ഇഷ്ടിക ചൂളകൾ കണ്ടമാനമാണ്. നമ്മൾ പിന്നെ ബോട്ട് കമ്പനി തന്നെ സൊസൈറ്റി ആയിട്ട് തുടങ്ങിയിട്ട് തന്നെ 10-60 കൊല്ലമായി കാണും. ഇതിനകത്തൊക്കെ പരമേശ്വരൻകുട്ടിയുടെ അച്ഛനാണ് അത് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ് താഴത്തടത്ത് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വിശ്രമിക്കുന്ന മുറിയായിരുന്നു പരമേശ്വരൻകുട്ടി താമസിച്ച ആ കട. അവിടെ പടിഞ്ഞാറേപ്പുറത്ത് നല്ല കാറ്റ് കിട്ടും. വടക്കേ സൈഡും കായൽ, പടിഞ്ഞാറുനിന്നും കുഞ്ചയും കായലും എല്ലാം കൂടെ അങ്ങനെ ആണ് അവിടെ. ഈ താഴത്തടത്ത് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ വായനശാലയിൽ സ്ഥിരമായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച സമയം, ശൂരനാട് സംഭവങ്ങളൊക്കെ ഉണ്ടായ ആ അവസരത്തിൽ ശങ്കരനാരായണൻ തമ്പി ഇലവിനാത്തൊക്കെയിലെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഇലവിനാത്തൊക്കെയിൽ ഒരു ചാരുകസേനയിൽ ഇദ്ദേഹത്തിന് സൗകര്യം മറ്റേ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് ഇറങ്ങി അങ്ങ് പോകും.
പിന്നെ പരമേശ്വരൻകുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ ITCയുടെ 2 പുരയിടത്തിന് വടക്ക് കുമ്പളത്തെ KP ആശാന്റെ വീട്ടിൻ്റെ പടിഞ്ഞാറ്റിൽ കമുക്കോട്ട് കിഴക്കയിൽ നിന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആ കങ്കോട്ട് കിഴക്കയിലെ വീട്ടിൽ രഹസ്യമായിട്ട് ഇരുന്നിട്ടുണ്ട് ഒഴിവുകാലത്ത്. അത് കുരുമ്പോലി തക്കവുമ്പോഴൊക്കെയാണ് അന്നതിനെ സഹായം ചെയ്തത്. അത് അദ്ദേഹത്തിന് ഊണങ്ങ് അവിടെ വരും ചോറ്റുപാത്രത്തിൽ. ഇങ്ങനെയൊക്കെ ആണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പാത്തും പതിഞ്ഞൊക്കെ ആണല്ലോ നടക്കുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയും ഈ രീതിയിലൊക്കെയാണ്. പിന്നീടാണ് പരസ്യമായിട്ട് ഇറങ്ങി ഇംഗ്ലാസ് സിന്ദാബാദ് വിളിക്കത്തൊക്കെ ഇത് വന്നത്. പഴയ കാലത്തെ മണ്ണുകാവ് ഉത്സവം നടത്താൻ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. ഈ ജയദേവൻപിള്ള ചേട്ടനും എല്ലാം കൂടെ അവിടെ സമരം പ്രഖ്യാപിച്ച് മോഹൻപിള്ള സാറ് വേറെ യുവരാവുള്ള സാറ് ഇവരെല്ലാം കൂടെ അവിടെ സമരം പ്രഖ്യാപിച്ചല്ലേ. അങ്ങനെ നായന്മാർ മാത്രമേ അവിടെ കയറാവൂ അമ്പലത്തിൽ, വേറെ ആർക്കും കയറാനൊക്കെ മണ്ണൂക്കാവിൽ. കൊടുക്ക ഇവരെല്ലാം കൂടെ ഒക്കെ തിരിഞ്ഞ് ഇവർ തിരിഞ്ഞ് 2 കാര്യം അതുകൊണ്ട് ഇവർക്ക് മോചനവും കിട്ടും, പാർട്ടിയിലോട്ട് അത്ര ആളും വരും. 2 കാര്യമാണ്. പാർട്ടിക്ക് അത്ര ആളുകളെ കിട്ടും, ഇവർക്ക് ഈ അടിമത്തത്തിൽ നിന്ന് അവർക്ക് അമ്പലത്തിൽ പ്രവേശനവും കിട്ടും. അങ്ങനെ സമരം ചെയ്ത ഇവരെല്ലാം കൂടെ പിരിവെടുത്ത ചെറുപ്പക്കാരെല്ലാം കൂടെ അന്ന് അവിടെ ഉത്സവം നടത്തുകയൊക്കെ ചെയ്തു. ഇതൊക്കെ മൈനാഗപ്പള്ളിയുടെ ഒരു ചരിത്രമാണ്. പുതിയ ബുക്സ് എന്തെങ്കിലും പബ്ലിഷ് ചെയ്തോ? പുതിയതായിട്ടുള്ളത് തീപ്പാടം എന്ന് പറയുന്ന കവിതയാണ്, കവിതാ സമാഹാരമാണ്. ഇപ്പൊ അത് എങ്ങോ കാണണം, ഒന്നെടുത്ത് തരണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം മടക്കി ഇടിച്ച് കയറ്റി വെച്ചേക്കാ ട്രായിലോട്ട്. ഫാമിലിയെ കുറിച്ചും കൂടെ ഞാൻ ഹാപ്പി അല്ലെന്ന് ഒരിക്കലും പറയാനൊക്കത്തില്ല. അത് ദൈവവശമായിട്ട് എനിക്ക് തോന്നത്തുള്ളൂ. അങ്ങനെയാണ്. കാരണം എനിക്ക് 2 മക്കളാണ്. ഭാര്യ പിന്നെ കണ്ടല്ലോ അവിടെ വെക്കാടിലെ പേര് TT സുധർമ്മിണി എന്നാണ്.